ശരി ഞാദവ്. ടി അസഫലി, ഇവിടെ നമ്മൾ കണ്ടു അന്വേഷണത്തിൻ്റെ ക്രൈംബ്രാഞ്ച് പോട്ടെ, ക്രൈംബ്രാഞ്ച് ആർക്കോ വേണ്ടി അന്വേഷിച്ചു. ഇപ്പോൾ ഇ ഡി പിടിച്ച രേഖകളൊക്കെ വേണ്ടെന്നുണ്ട് അപേക്ഷമായി കോടതിയിലേക്ക് പോയി, കോടതി തള്ളി. ഇ ഡി വന്നു. ഇ ഡി എന്താണ് ഇപ്പോൾ അങ്ങ് മലമറിച്ച് കളയും എന്നുള്ള മട്ടിൽ വലിയ കാടടച്ച അന്വേഷണം. AC മൊയ്തീനെ ചോദ്യം ചെയ്യൽ, MK കണ്ണനെ ചോദ്യം ചെയ്യൽ, ചോദ്യം ചെയ്യാൻ മനുഷ്യർ കൂടുതൽ പേർക്ക് നോട്ടീസ് കൊടുക്കൽ. ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോഴേക്കും അതൊരു മാന്യത്തിലേക്ക് അങ്ങ് നീങ്ങി. അതിനി മുന്നോട്ട് പോകും, ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. ടി അസഫലി, ആ വ്യവഹാര വഴി എന്താണെങ്കിലും ഈ 10 പൈസ പാങ്ങില്ലാത്ത അത്തപ്പാടി മനുഷ്യർക്ക് അവർ നിക്ഷേപിച്ച പണം ഇന്ന് തിരിച്ചു കിട്ടും എന്നൊരു ഉറപ്പെങ്കിലും ഈ സംവിധാനം കൊടുക്കണ്ടേ, അവരെ പച്ചയ്ക്ക് പറ്റിക്കാതെ? അസഫലി, അഷ്മി, ശരിക്ക് ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണത്തിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഈ കരുവന്നൂർ തുടങ്ങിയ ബാങ്കുകളിൽ നടന്ന വൻ തട്ടിപ്പുകൾ. ഇ ഡിയെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ ഇ ഡി കൊടുത്തൊരു എഫിഡവിറ്റിലെ ചില വസ്തുതകൾ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇ ഡി പറഞ്ഞിരിക്കുന്നത് ഈ പണം എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടിതമായ ഒരു കൊള്ളയാണ്, ഒരു ഫ്രോഡാണ് എന്നതിൻ്റെ തെളിവാണ്. ഈ പണം കൊണ്ട് പാർട്ടി വസ്തു വാങ്ങിയിട്ടുണ്ട്, പാർട്ടി ആഫീസ് എടുത്തിട്ടുണ്ട്, ഇലക്ഷൻ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇലക്ഷൻ സോവനിയറിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 16 കേസുകളിലോളം മണി ലോണ്ടറിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇ ഡി ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുകയാണ്. CPM കണ്ണുരുട്ടി പേടിപ്പിച്ച് മോഡിക്ക് വോട്ട് വാങ്ങി കൊടുക്കാൻ പറ്റുമെന്നുള്ള അവർ ആലോചിക്കുന്നത്. പക്ഷേ ഇത് ഒരു പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓർഗനൈസ് ചെയ്ത പാർട്ടിയുടെ ഫ്രോഡാണ്. ഈ പണമെല്ലാം പാർട്ടിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ളത് പാർട്ടിൻ്റെ കൈവശത്തിലാണ്. എന്തുകൊണ്ട് ഇ ഡിക്കത് അറ്റാച്ച് ചെയ്തുകൂടാം? ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പറയാത്ത രഹസ്യം, ഭർത്താവ് ഭാര്യയോട് പറയാത്ത രഹസ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം ഒരു ബാങ്കിൽ പോയാൽ അപരിചിതനായ ക്യാഷിലിരിക്കുന്നവൻ്റെ മുമ്പിൽ നമ്മൾ പണം മൊത്തം കൊടുക്കുകയാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? അത് ആ സ്ഥാപനത്തിലുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഒരുത്തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം കൊടുത്ത് അവന് മരണത്തോട് മല്ലിടുമ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടി പണം ചോദിക്കുമ്പോൾ അവന് പണം കൊടുക്കുന്നില്ല. അപ്പോഴേ ഞാൻ ചോദിച്ചില്ല, ഇവിടെ സിയാർ പറഞ്ഞൊരു കാര്യം, ഇത് പാർട്ടി ഫങ്ഷൻ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇ ഡിയും ക്രൈംബ്രാഞ്ചും ഒന്നും തന്നെ ആലോചിക്കാത്ത, ചിന്തിക്കാത്ത ഇതൊരു കോൺസ്പിറസി അല്ലേ? പാർട്ടിക്ക് വേണ്ടി നടത്തിയ ഒരു കൊള്ള എന്ന് പറഞ്ഞാൽ സമാന്തര മിൻസ് ബുക്ക്, മെമ്പറല്ലാത്ത ആളുകൾക്ക് ലോണ്, ഒരു വസ്തുവിൻ്റെ ഒരു ആധാരത്തിന് മുകളിൽ നിരവധി ആളുകൾ കള്ളത്തരത്തിൽ ലോൺ എടുത്തിരിക്കുന്നു. പണം എത്തിപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു 100 കോടി രൂപ CPM എത്തിയിട്ടുണ്ടെന്ന്. ആരും ഒന്നും അനങ്ങുന്നില്ല. നമ്മളെ മഹാൻ മുഖ്യമന്ത്രി വളരെ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ നടക്കുകയാണ്. അപ്പം കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പാർട്ടി ഇത്ര സംഘടിതമായി നാട്ടുകാരുടെ പണം കൊള്ളയടിച്ച് ആളുകളെല്ലാം ആത്മഹത്യാ മുനമ്പിലെത്തിന്നിരിക്കുകയാണ്. ഒരു ജോഷി മാത്രമല്ല, നിരവധി ജോഷിമാർ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നമല്ലേ? ഒരു പാർട്ടി ഒരു ഭാഗത്ത്, കേരളീയ സമൂഹം മറുഭാഗത്ത്. ആർക്കും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പ്രതികൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ്. ഇ ഡി എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, AC മൊയ്തീൻ്റെ റോൾ ഇവിടെ സിയാർ പറഞ്ഞില്ലേ? എന്താണ് AC മൊയ്തീനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതിൽ ഭയം? ഈ AC മൊയ്തീൻ അവിടെ ഇതിലൊരു ഇൻസ്ട്രുമെൻ്റൽ റോള് വഹിച്ചു. കാരണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സമാന്തര മിനിറ്റ്സ് ഉണ്ട്. ആ സമാന്തര യോഗത്തിൻ്റെ മിനിറ്റ്സിൽ എല്ലാ വിധത്തിലുള്ള കള്ളത്തരത്തിലുള്ള ലോണിൻ്റെ കഥകളുണ്ട്. ഈ പണമെല്ലാം എത്തിയിരിക്കുന്ന പാർട്ടി സ്പോൺസർ ചെയ്യുന്ന സ്വത്തുക്കളിലേക്കാണ്. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം അല്ലേ? ഇ ഡിക്ക് അറസ്റ്റ് ചെയ്തുകൂടെ? ഇ ഡിക്ക് കേസെടുത്തുകൂടെ? ഇ ഡി ഈ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? മണി ലോണ്ടറിങ് ആക്ട് ശരിക്കുണ്ടാക്കുന്ന 2002-ൽ ആ ആക്ട് നമ്മുടെ രാജ്യത്ത് നിയമമാകുമ്പോൾ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്ത് സമ്പാദിച്ച പണം ജപ്തി ചെയ്യുക, അത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള പണം ഇങ്ങനെ കുറേ കൊള്ളക്കാർ അത് ഇപ്പം തന്നെ തേക്കടിയിൽ സ്വത്ത് വാങ്ങിയിരിക്കുന്നു, പാർട്ടിക്കറിയാം. പാർട്ടി വസ്തുക്കൾ വാങ്ങിയിരിക്കുന്നു, അറിയാം.
ഈ മിനിറ്റ്സ് പരിശോധിച്ചാൽ ED ഇതിനകം പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? പാർട്ടി ഈ കള്ളത്തരത്തിൽ കൊള്ളയടിച്ചിരിക്കുന്ന ഈ പണം കൊണ്ട് വസ്തു വാങ്ങിയിട്ടുണ്ട്. ആ വസ്തുവെല്ലാം പാർട്ടിയുടേതാണ്. CPM പാർട്ടിയുടെ ഏതെങ്കിലും വസ്തു ED ആ ഭാഗത്തേക്ക് തിരിയുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയാണ്, സാധാരണഗതിയിൽ മനുഷ്യൻ ഭ്രാന്ത് നൽകിയ ചങ്ങലക്കാണ്, ഇവിടെ ചങ്ങലക്കാണ് ഭ്രാന്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ പോലീസും EDയുമാണ് ജനങ്ങളുടെ പണം കൊള്ളയടിച്ച കൊള്ളക്കാർക്ക് കവചം ചെയ്തിരിക്കുന്നത്. അവരാണ് യഥാർത്ഥ വില്ലന്മാർ. ഈ വിഷയങ്ങളെല്ലാം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പരമപ്രധാനമായ ദയാവധത്തിന് വേണ്ടി ഒരാൾ കോടതിയെ സമീപിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ദയാവധത്തിന് വേണ്ടി കോടതിയെ സമീപിച്ച സംഭവങ്ങൾ എനിക്ക് അന്തസ്സോടെ ജീവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ മരിക്കാൻ റൈറ്റ് ടു ഡൈ, എനിക്ക് അനുവാദം തരണം എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പാവപ്പെട്ടവന് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം പോയി. ചികിത്സയ്ക്ക് ഗതിയില്ല. അത് ആക്റ്റീവ് ഇക്യൂൻസി ആണെങ്കിലോ പാസീവ് ആക്ടിവിറ്റി ആണെങ്കിലോ വിഷം തന്ന് കൊല്ലൂ എന്നെ, അല്ലെങ്കിൽ എനിക്ക് ചികിത്സിക്കാൻ കഴിയില്ല, എൻ്റെ വെന്റിലേറ്ററിലുള്ള എനിക്കുള്ള സപ്പോർട്ട് പിൻവലിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കരിമ്പാറക്ക് പ്രേമലേഖനം അയച്ചതുപോലെ നമ്മുടെ ഭരണകൂടവും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ മനുഷ്യ ചങ്ങലക്ക് കൈകോർത്തിരിക്കുകയാണ്. ഇത് അതിശയോക്തിയായിട്ട് കാണരുത്. അവിടെ ചികിത്സ കിട്ടാതെ ഒരു ഫിലോമിന മരിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ ചികിത്സ കിട്ടാതെ ഒരു ഫിലോമിന മരിച്ചതാണ്. അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മന്ത്രി ചോദിച്ചതാണ്, അവർക്ക് സർക്കാർ ആശുപത്രി നല്ല ചികിത്സ ഉണ്ടായിരുന്നല്ലോ, പോകാമായിരുന്നല്ലോ എന്നൊരു പരിഹാസത്തിൽ നമ്മുടെ ഒരു മന്ത്രി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം.